എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു നിയാൻസ്. ഉണക്ക ചെമ്മീൻ കൊണ്ട് വളരെ ഈസിയായും സിമ്പിളായും തയ്യാറാക്കിയിട്ടുള്ള 2 ഐറ്റത്തിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി കുറച്ച് ഉണക്ക ചെമ്മീൻ എടുത്ത് വയ്ക്കാം. ഇനി ഇതിൻ്റെ തലയൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞതിന് ശേഷം നന്നായി ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇത് ഏകദേശം അരക്കപ്പോളം ചെമ്മീനുണ്ട്. അത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് അതിൽ എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ ഈ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഉണക്ക ചെമ്മീൻ ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. എണ്ണയിലിട്ട് കൊടുത്ത് 2 മിനിറ്റോളം വഴറ്റിയതിന് ശേഷം എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ചെമ്മീൻ വഴറ്റിയത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയതിന് ശേഷം അതേ എണ്ണയിൽ തന്നെ ഒരു സവാള സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുത്തൊന്ന് വഴറ്റിയെടുക്കാം. എണ്ണ കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് എണ്ണയും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് മസാലയൊക്കെ കുറച്ച് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ സവാള ഒന്നുകൂടി ചേർത്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും 3 പച്ചമുളക് കീറിയതും കൂടി ഇട്ട് കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. സവാളയും പച്ചമുളകൊക്കെ നന്നായിട്ടൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്ത് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ പച്ചമണം മാറിയെന്ന് വരുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ അടുപ്പിലേക്ക് വഴറ്റാൻ വെച്ചിരുന്നില്ല, നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും ഇതിലേക്ക് 1/2 ടീസ്പൂൺ സാദാ മുളക് പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്ത് പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അത് ഇട്ട് കൊടുത്ത മസാലയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ ഇതിലേക്ക് ഒരു തക്കാളി സ്ലൈസ് ചെയ്തതും കൂടി ഇട്ട് കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തക്കാളി മസാലയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം മൂടി വെച്ച് ഫ്ലെയിം സിമ്മിലാക്കി ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ആ തക്കാളി നന്നായിട്ട് വെന്ത് വന്നിട്ട് ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം. തക്കാളി ഇതുപോലെ ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായി ഉടച്ച് ചേർത്തതിന് ശേഷം നമ്മൾ നേരത്തെ വഴറ്റി വെച്ചിരിക്കുന്ന ഉണക്ക ചെമ്മീൻ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഉണക്ക ചെമ്മീൻ മസാലയായിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു മണമാണ്. ഈ ഒരു ഉണക്ക ചെമ്മീൻ മസാല ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ചോറുണ്ണാനാണെങ്കിൽ പിന്നെ വേറെ കറികളുടെ ഒന്നും ഒരു ആവശ്യവുമില്ല. 1 മിനിറ്റോളം ഇത് ഉണക്ക ചെമ്മീൻ മസാലയിലിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം സിമ്മിലാക്കി ഒന്ന് അടച്ചു വെച്ച് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ ചെമ്മീൻ മസാലയിലിട്ട് നന്നായിട്ടൊന്ന് ആവി വന്നിട്ടുണ്ട്. ഇനി ഈ സമയമാകുമ്പോൾ ഇതിലേക്ക് ഒരു 1/2 കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഗ്രേവി കുറച്ചുകൂടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി കറിക്ക് ഉപ്പ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറുതായിട്ട് തിള വന്ന് തുടങ്ങുന്ന സമയത്ത് ഫ്ലെയിം സിമ്മിലാക്കിയതിന് ശേഷം അടച്ചു വെച്ച് 2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. 2 മിനിറ്റ് കഴിഞ്ഞ് മൂടി തുറന്ന് നല്ലതുപോലെ ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പ് തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ മൂടി വെക്കേണ്ട, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും വെളിച്ചെണ്ണയും കൂടെ ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയും കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, സൂപ്പർ ടേസ്റ്റുള്ള ഉണക്കൻ ചെമ്മീൻ മസാല റെഡിയായി കഴിഞ്ഞു. ഇത് കുറച്ച് ചെമ്മീൻ എടുത്ത് തലയോടുകൂടി തന്നെ കഴുകി വൃത്തിയാക്കി എടുത്തതാണ്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മസാല ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈ കൊണ്ട് ഇതേപോലെ നല്ല രീതിയിലൊന്ന് ഇളക്കി മസാല അതിലേക്ക് പിടിപ്പിച്ചെടുക്കാം. ഇനി ചൂടായി കിടക്കുന്ന എണ്ണയിലേക്കിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് കോരിയെടുക്കാം. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തുകൊണ്ട് തന്നെ ഇളക്കി കൊടുത്ത് നല്ലതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ട് മുരിഞ്ഞു വരുമ്പോൾ എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇതുപോലെ ഒരു സൈഡ് നന്നായി മുരിഞ്ഞു വരുമ്പോൾ തിരിച്ചിട്ട് കൊടുത്ത് വീണ്ടും എണ്ണയിലിട്ട് മറു സൈഡും കൂടി നല്ലതുപോലെ ഒന്ന് മുരിയിച്ചെടുക്കാം.
ഇപ്പോൾ അത് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴേക്കും എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ചോറുണ്ണാൻ വേണ്ടി വളരെ സിമ്പിളായി ഉണക്കച്ചെമ്മീൻ കൊണ്ട് തയ്യാറാക്കിയ 2 ഐറ്റം. ഇതെല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. സൂപ്പർ ടേസ്റ്റാണ്. ഇതാ കഴിക്കാൻ വേണ്ടി ചോറ് വിളമ്പിയെടുക്കാം. ഈ 2 ഐറ്റം കൂടി ഉണ്ടെങ്കിൽ ചോറുണ്ണാൻ പിന്നെ വേറെ കറികളുടെ ഒന്നും ഒരാവശ്യവുമില്ല. ഉണക്കച്ചെമ്മീൻ ഉള്ളപ്പോൾ തീർച്ചയായും ഈ 2 ഐറ്റം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. സൂപ്പർ ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.